Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ MSME കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായിരുന്നു MSME സ്റ്റാൻഡ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. A common image of an entrepreneur is as the founder of a new business enterprise that achieve large scale success. But entrepreneurs also operate on a smaller scale. രണ്ട് രീതിയിലും ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് എൻ്റർപ്രണർ. ലാർജ് സ്കെയിലാവാം, സ്മോൾ സ്കെയിലാവാം. അതിൽ സ്മോൾ സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എൻ്റർപ്രണേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റർപ്രൈസസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ടും 3 കാറ്റഗറിയാണുള്ളത്: മൈക്രോ എൻ്റർപ്രൈസസ്, സ്മോൾ എൻ്റർപ്രൈസസ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. സിൻസ് 1950, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ലേറ്റർ MSME have been traditionally defined based on their investment in plant and machinery for manufacturing units and investment in equipments for service enterprises. അല്ലേ, പഴയ കാലത്ത് 1950 വരെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയാണ് ഇപ്പോൾ MSME എന്നറിയപ്പെടുന്നത്. അതിനെ നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള മാനുഫാക്ചറിങ് ആണെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള, സർവീസ് ആണെങ്കിൽ എക്യുപ്മെൻറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിലായിരുന്നു അവർ ഡിഫൈൻ ചെയ്തിരുന്നത്. ഹൗവർ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാവ് റിവൈസ്ഡ് ദ ഡെഫിനിഷൻ ഓഫ് MSME ആൻഡ് നൗഡേയ്സ് ദ MSME ഈസ് ഡിഫൈൻഡ് ബോത്ത് ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ആനുവൽ ടേൺ ഓവർ. രണ്ടിൻ്റെയും ബേസിലാണ് MSME എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ MSME പ്രധാനമായിട്ടും 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു: മൈക്രോ എൻ്റർപ്രൈസസ്, സ്മോൾ എൻ്റർപ്രൈസസ്, മീഡിയം എൻ്റർപ്രൈസസ്. ഇത് ഓൾറെഡി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മൈക്രോ എൻ്റർപ്രൈസസ് ഈസ് എ യൂണിറ്റ് വെയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അപ് ടു 1 crore and the annual turnover is up to 5 crore. Small enterprises is one where the investment is up to 10 crore and the annual turnover is up to 50 crore. Medium enterprises is one where the investment is up to 20 crore and the turnover is up to 100 crore. Then ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2 യൂണിറ്റ് കൂടിയുണ്ട്: എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ആൻഡ് ആൻസിലറി യൂണിറ്റ്. Export oriented unit are those small scale industrial unit which export at least 30% of its annual production by the end of the 3rd year of commencement of the production. Ancillary units provides inputs to other industries. These are engaged in the manufacture of parts, components. These units provide input to other industries. These are engaged in manufacture of parts, components, etc. and provide these to one or more industries as input. Then features of small scale industrial units. The important characteristics or features of small scale industrial units are: first one, they are generally organized and run by individual entrepreneurs. ഇത് എപ്പോഴും റൺ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ് ആയിരിക്കും. നവഡേയ്സ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻസ് ആർ ബീയിങ് അഡോപ്റ്റഡ് ഫോർ പ്രൊമോഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് MSME. ഇപ്പോൾ അത് പാർട്ട്ണർഷിപ്പായിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ, ദേ ആർ ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ്. For using local resources, MSME are decentralized and dispersed to rural areas. They require less capital. That means they are not capital intensive. They are fundamentally labor intensive unit facilitating greater utilization of manpower. അതായത് ലെസ് ക്യാപിറ്റൽ മതി. ഇത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ല. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ മെഷീൻ ഉപയോഗിക്കുന്നതാണ്. ഇത് ലെസ് ക്യാപിറ്റലാണ്. ഇവിടെ കൂടുതൽ ഏതാണ്, ലേബർ ഇൻറ്റൻസീവ് ആണ്. മാൻ പവർ ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദെൻ ദേ ഇൻവോൾവ് ദ യൂസ് ഓഫ് സിമ്പിൾ ടെക്നോളജി, ഇൻസെൻറ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സ്കിൽ ലീഡിങ് ടു പ്രൊഫഷണൽ സ്പെഷ്യലൈസേഷൻ. സിമ്പിൾ ടെക്നോളജിയാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദെൻ they cater to individual taste and fashion and render personalized service to
customers. Then that means small scale industries produce goods and services according to taste and preference of the customers. They are eligible for government assistance and patronage and also for concessional finance by bank, finance institution, etc. എല്ലായിടത്തും കിട്ടുന്ന ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ക്യാൻ ബി ഈസിലി എസ്റ്റാബ്ലിഷ്ഡ് വിത്തൗട്ട് മച്ച് ലീഗൽ ഫോർമാലിറ്റീസ്. അധികം ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ദേ ആർ ഫ്ലെക്സിബിൾ ടു എ ലാർജ് extent. They are more susceptible to change and highly reactive and receptive to social economic conditions. അതായത് കോപ്പപ്പ് ചെയ്യാൻ സാധിക്കും, ചേഞ്ചസിനനുസരിച്ച് വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ സാധിക്കുന്ന ഒന്നാണ് MSME. They are free from red tapeism and bureaucratic handicaps. റെഡ് ടാപ്പിസത്തിൽ നിന്നും അല്ലേ എന്താണ് ഉദ്യോഗസ്ഥ മേധാവിത്വം, അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ ഫ്രീ ആയിട്ടുള്ള ഒന്നാണ് MSME. Then compared to large business organization, MSME has a lesser gestation period. That means the period after which the return on investment start. എന്താണ് ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പീരിയഡ് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ നമ്മുടെ ബിസിനസ്സിന് നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? റിട്ടേൺ കിട്ടുന്നുള്ളൂ. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാനുള്ള പീരിയഡിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നത്തെ ഇയർ തുടങ്ങിയാണ് നമുക്ക് എന്ത് കിട്ടാൻ തുടങ്ങുന്നത്? റിട്ടേൺ കിട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് ജസ്റ്റേഷൻ പീരിയഡ് കുറവാണ്. ദെൻ ഇൻ മോസ്റ്റ് ഓഫ് ദി MSME ദ ഓണർ ഹിംസെൽഫ് ഈസ് എ മാനേജർ. ഓണർ തന്നെ ആരായിട്ട് ആക്ട് ചെയ്യുന്നു? മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നു. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് MSME. ദെൻ ഒബ്ജക്റ്റീവ്. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. Small scale industrial organization provide employment opportunities to the needy persons. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആവശ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് എസ്പെഷ്യലി റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, പ്രൊമോട്ട് കൺസ്യൂമർ ഗുഡ്സ്. ടു പ്രൊമോട്ട് പ്രൊഡക്ഷൻ ഓഫ് ലാർജസ്റ്റ് വെറൈറ്റി ഓഫ് ഗുഡ്സ് എസ്പെഷ്യലി കൺസ്യൂമർ ഗുഡ്സ് ത്രൂ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ്. ലേബർ ഇൻറ്റൻസീവ് മെത്തേഡിലൂടെ കൺസ്യൂമർ ഗുഡ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഒബ്ജക്റ്റീവ്. ദെൻ അഡോപ്ഷൻ ഓഫ് മോഡേൺ techniques. To encourage the adoption of modern techniques in the unorganized traditional sector of the industry. അതായത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിന് എൻകറേജ് ചെയ്യുക. Then effective utilization of resources, especially local resources to achieve local self-sufficiency. ലോക്കൽ റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഫെസിലിറ്റേറ്റ് ചെയ്യുക. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. MSME helps to ensure more equitable distribution of national income. Then balanced regional development. Most of the MSME are started in rural area, so it helps to ensure balanced regional development as regards industries. Then create climate for development. To create a climate for development of self-employed expert professionals and small entrepreneurs. അതായത് സെൽഫ് എംപ്ലോയിഡ് എക്സ്പേർട്സിന് അതേപോലെ പ്രൊഫഷണൽസിന് സ്മോൾ എൻ്റർപ്രണേഴ്സിനൊക്കെ ഡെവലപ്ഡ് ആവാനുള്ള എന്ത് പ്രൊവൈഡ് ചെയ്യുന്നൊരു ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ എൻഷുർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്. ടു ബ്രിങ് ബാക്ക്വേർഡ് ഏരിയാസ് ടു ഇൻ ദി മെയിൻ സ്ട്രീം ഓഫ് ദി നാഷണൽ ഡെവലപ്മെൻറ്റ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ദാറ്റ് ബാക്ക്വേർഡ് ഏരിയാസ്. ബാക്ക്വേർഡ് ഏരിയസിൽ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ആ ഏരിയയെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക. ദെൻ ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ഇൻ ദി കൺട്രി. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് MSME. Then next one, advantages. First advantages is it helps to create employment opportunities because most of the MSME are labor intensive. They offer ample scope for self-employment. Then they require only less capital. കുറച്ച് ക്യാപിറ്റൽ മാത്രം മതിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം എന്താണ്? ഇതൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ല, ലേബർ ഇൻറ്റൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ലെസ് ക്യാപിറ്റൽ ഈസ് required. It is a boon to a country like India where capital is deficient. Next one, close supervision and control is facilitated.
ക്ലോസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത് എന്താണ്, ചെറുതാണ്. ദർ ഈസ് എ പേഴ്സണൽ ടച്ച് വിത്ത് എംപ്ലോയീസ്. ദിസ് മേക്ക് ദ ബിസിനസ് സ്മൂത്ത് ആൻഡ് പ്രോസ്പെറസ്. എംപ്ലോയീസ് തമ്മിൽ എന്തുണ്ടാവുന്നു, ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവുന്നു. ദെൻ ദർ ഈസ് എ ക്ലോസ് ആൻഡ് ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്റ്റ് വിത്ത് കസ്റ്റമർ. ദർ ഈസ് ഓൾവേസ് എ ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് കസ്റ്റമർ ആൻഡ് ഇറ്റ് എനേബിൾ ദി MSME to produce the goods and services according to the needs and wants of the customer. Then MSME alone can satisfy individual taste fully and offer personalized service to the customers. MSME provide personal service to the customers. That means MSME first of all identify the needs and wants of the customer and then produce the goods accordingly. Then this helps in reducing price. MSME, most of the MSME adopt simple technology. It helps to reduce the cost. Then it is possible to make necessary changes as and when required. That is, it is flexible in nature. Next one, this helps in the balanced regional development. Then MSME enjoy government support and patronage from other financial organization. Then it facilitate equitable distribution of income and wealth. Then they provide ample opportunities for creativity and experimentation. They are generally based on local resources. Most of the MSME focuses on local resources, utilization of local resources. They are relatively more environmental friendly. Environment friendly ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരിക്കും MSME എന്ന് പറയുന്നത്. Then disadvantages of MSME. First one, MSME suffer from lack of funds. They are financially weak. Most of the MSME are financially weak. Next one, they suffer from lack of managerial and other skill. As already said, the owner himself act as a manager. So in the case of MSME, sometimes the lack of managerial and other skill. Then MSME always face tough competition from large business organization. Then they are not well equipped to take advantages of latest technology and modern methods. They always depends upon simple technology. Next one, they cannot install modern machinery and labor saving devices. Hence the cost per unit is generally high. So the price is also high. Then next one, there is only a little scope for division of labor and specializations because because of lack of managerial and other skill, low area of operation, low plant capacity, etc. Then MSME cannot afford to spend large sum of money on research and experiment. അതായത് റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻറ്റ് ലാർജ് സ്കെയിലായിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഒരു MSMEയെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ അല്ല. ദെൻ ദേ കനോട്ട് സർവൈവ് ഇൻ ടൈം ഓഫ് അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി ടൈമിൽ അല്ലെങ്കിൽ ഒരു ഒബ്സലസൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും MSMEക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദേ കനോട്ട് സെക്യൂർ ചീപ്പ് ക്രെഡിറ്റ് ഫ്രം ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ചീപ്പ് ക്രെഡിറ്റ് സെക്യൂർ ചെയ്യാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞ ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് ഫണ്ട്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് MSME. ഓക്കെ, താങ്ക് യു.